ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ താജ് ആലുവ കൂടി ചേരുന്നുണ്ട്. ശ്രീ താജ് ആലുവ, ഇപ്പോഴത്തെ ഈ നീക്കം നിലവിലെ വെനസ്വേലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അവിടുത്തെ സംഘർഷങ്ങൾ അറിയാവുന്നതാണ്. അതിനപ്പുറത്തേക്ക് ട്രംപ് ഈ രീതിയിലുള്ള നീക്കം നടത്തിയിരിക്കുന്നതിനെ എങ്ങനെ കാണണം? ഇനി എന്തൊക്കെയായിരിക്കും അമേരിക്ക ലക്ഷ്യമിടുന്നത്? ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണത്തിന്റെ കാരണം, ഇനി എന്ത് നീക്കം നടത്തും എന്നൊക്കെയുള്ളതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം മിക്കവാറും വെനിസ്വേലൻ പ്രസിഡന്റിന് നിക്കോളാസ് മദുരോയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഒരു ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനെ താഴെ ഇറക്കാൻ സഹായിക്കുന്നവർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവർക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക ഇനാമൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് ഒരു വാണ്ടഡ് ആളാണ്, ഒരു അറസ്റ്റ് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ പുറത്താക്കപ്പെടേണ്ട ഒരാളാണ് എന്നുള്ള നിലക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് വാസ്തവത്തിൽ ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തിന്റെ പ്രസിഡന്റിനെ ഇപ്പോൾ ഡീൽ ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ഉള്ളത്, ഇപ്പം വെനിസ്വേലയെ ഇറാഖ് പോലെയോ അഫ്ഗാനിസ്ഥാൻ പോലെയോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് വിയറ്റ്നാം, പനാമ പോലുള്ള പ്രദേശങ്ങളിലൊക്കെ അമേരിക്ക നടത്തിയ അധിനിവേശം പോലെ വളരെ എളുപ്പത്തിൽ കീഴടക്കാൻ പറ്റുന്ന ഒരു പ്രദേശമല്ല വെനിസ്വേല എന്നുള്ളതാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുൻ അനുഭവങ്ങൾ വെനിസ്വേലയിലുണ്ട്. ആ രണ്ട് അനുഭവങ്ങളും പരാജയപ്പെട്ട ചരിത്രമാണ്. അത് ഈ ഒരർത്ഥത്തിൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും അതുപോലെ തന്നെ സൈനിക വിങ്ങിനും അത് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ ഒരു കരയാക്രമണമോ അതിനൊന്നും മുതിരാതെ ഇത്തരത്തിലുള്ള വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കവേർഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസിന് അമേരിക്ക ഇതിലൊരു പിന്തുണയും ട്രംപ് പ്രതീക്ഷിക്കുന്നില്ലെന്ന് തോന്നുന്നു, അല്ലെ? കാരണം വെനസ്വേലയ്ക്കൊപ്പം ഉണ്ട്, ഇല്ലെങ്കിൽ ഫുൾ സപ്പോർട്ട് എന്ന് റഷ്യ പറയുന്നു. ചൈന പ്രതിഷേധം അറിയിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം ഈ സാഹചര്യത്തിൽ ഒന്നും കുലുങ്ങാതെ മുമ്പോട്ട് പോകാം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ട്രംപ്, അല്ലെ? അതെ, അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ചൈനക്ക് കൂടിയാണ്. കാരണം ചൈനയുടെ സ്വാധീനം ഈ അടുത്തായിട്ട് വെനിസ്വേലയിൽ വളരെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ചൈന ആ അർത്ഥത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിനും വെനിസ്വേലയെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ചൈനയുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിട്ട് വേണമെങ്കിൽ നമുക്കിത് വ്യാഖ്യാനിക്കാം. അതേ സന്ദർഭത്തിൽ തന്നെ നിക്കോളാസ് മദുരോയ്ക്കും ഇതറിയാം. ഈ പറഞ്ഞ രൂപത്തിൽ അമേരിക്കയുടെ ഒരു ആക്രമണം നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോ വെനിസ്വേലൻ ജനതയ്ക്ക് അദ്ദേഹം നേരത്തെ തന്നെ കൊടുത്തിട്ടുള്ള ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഏത് സമയവും ഒരു സൈനിക അധിനിവേശം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണം എന്ന അർത്ഥത്തിലുള്ള ഒരു വലിയ താക്കീത് വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദുരോ ആ ജനതയ്ക്ക് കൊടുത്തു പോരുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ ഒരു സിറ്റുവേഷനെ നേരിടാൻ എന്തുകൊണ്ടും വെനിസ്വേല സജ്ജമാണ്. അതിന് ചൈന ഏറ്റവും നന്നായി പിന്തുണക്കുന്നു. റഷ്യയുടെ ഒരു പരോക്ഷമായ സഹായമുണ്ട്. അപ്പൊ ഇതിനൊക്കെ വാസ്തവത്തിൽ ഒരു വലിയ ഏറ്റുമുട്ടലിലേക്കാണ് ഇത് പോവുക എന്നാണ് നമ്മൾ കാണേണ്ടത്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഇതിന് ഒരു നേരിട്ടുള്ള ചൈനീസ് ഇന്റർവെൻഷനോ അല്ലെങ്കിൽ ഒരു റഷ്യൻ ഇന്റർവെൻഷനോ ഇതിന്റെ അകത്ത് പെട്ടെന്ന് സാധ്യമായിക്കൊള്ളുന്നില്ല. വെനിസ്വേലയുടെ സൈനിക വിഭാഗങ്ങളെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധത്തിനായിരിക്കും ചൈനയും റഷ്യയും ഒക്കെ ഈ അർത്ഥത്തിൽ മുൻഗണന നൽകുക. ഈ വെനിസ്വേലൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു ആശയക്കുഴപ്പത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ജനാധിപത്യത്തിന്റെയും അതുപോലെ ഫ്രീ സ്പീച്ചിനെയും ഒക്കെ ധാരാളമായി അടിച്ചമർത്തപ്പെടുന്ന ഒരു രാജ്യം കൂടി ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള എതിർ ശബ്ദങ്ങൾ വെനിസ്വേലൻ ജനതയ്ക്കിടയിലുണ്ട്. ആ എതിർ ശബ്ദങ്ങളെ കൂടി ഉപയോഗപ്പെടുത്താം എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രത്യാശ. പക്ഷേ അത്ര എളുപ്പത്തിൽ അത് സാധിക്കാത്ത വിധം അവരുടെ ഒരു ടെറൈൻ, വെനിസ്വേലൻ ടെറൈൻ എന്ന് പറയുന്നത് കുന്നുകളും മലകളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ്. ഒരു സൈനിക അധിനിവേശത്തിന് പ്രത്യക്ഷമായ ഒരു പെട്ടെന്ന് കയറി പോയി അടിച്ച് തിരിച്ചു പോന്ന് അവിടുത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നത് ഒരു അമേരിക്കൻ സൈന്യത്തിന് ഒരർത്ഥത്തിലും സാധ്യമാകുന്ന ഒരു സംഗതിയല്ല. പ്രത്യേകിച്ച് ട്രംപ് അധികാരം ഏറ്റെടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രഖ്യാപനം, ഞാൻ യുദ്ധങ്ങളില്ലാത്ത ഒരു കാലത്താണ് പ്രസിഡന്റ് ആകുന്നത്, യുദ്ധങ്ങളില്ലാത്ത ഒരു കാലമാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ്. ഒരു ഡീൽ മേക്കർ ആയിട്ടുള്ള ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രതിരോധ ചെലവുകൾ വർദ്ധിക്കുക എന്നുള്ളത് വളരെ അധികം ദോഷം ചെയ്യുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വെനിസ്വേലയുടെ എണ്ണ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ കാലമായിട്ടുള്ള അവരുടെ ആഗ്രഹമാണ്. അതിന് പറ്റുന്ന രൂപത്തിൽ ആണ് ഇപ്പോഴത്തെ ഈ ആക്രമണങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. 2-3 കപ്പലുകൾ നേരത്തെ തന്നെ അമേരിക്ക പിടിച്ചെടുത്തു കഴിഞ്ഞു വെനിസ്വേലയുടെ. അതിനെക്കുറിച്ച് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകളും വിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇനിയൊരു ചർച്ചയ്ക്കുള്ളൊരു സാധ്യത, അതായത് ഇപ്പൊ നേരത്തെ നമുക്കറിയാം നഷ്ടപരിഹാരം നൽകാം എന്നതുൾപ്പെടെ US കമ്പനികൾക്ക് നൽകാം എന്നതുൾപ്പെടെയുള്ള
ആലോചനകൾ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കിയിരുന്നു. പക്ഷേ എന്നാൽ അത് കുറഞ്ഞു പോയെന്നൊക്കെ പിന്നീട് അമേരിക്ക പറഞ്ഞിട്ടുമുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കത്തിന് വെനസ്വേല ശ്രമിക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം ഈ സൈന്യവുമായി ബന്ധപ്പെട്ട് അവരെ സംബന്ധിച്ച് എത്രത്തോളം തിരിച്ചടി ഇല്ലെങ്കിൽ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാം എന്നൊക്കെയുള്ള ചില പരിമിതികൾ ഉണ്ടാവുമല്ലോ. അപ്പം ആ സാഹചര്യത്തിൽ ഇനിയുള്ള ചർച്ചകൾ എങ്ങനെയായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഒരു ആക്രമണം, സൈനികമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ വെനിസുല ആഗ്രഹിക്കുന്നില്ല എന്നിവിടെ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം വെനിസുലൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു, നിക്കോളാസ് മദൂരോ പറഞ്ഞിരുന്നു, ഞാൻ സംഭാഷണത്തിന് തയ്യാറാണ്, അമേരിക്കയുമായിട്ടുള്ള ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറാണ്. അതുപോലെ തന്നെ ഈ നാർക്കോട്ടിക് വിഷയം, മയക്കുമരുന്നിന്റെ കടത്ത്, അതുപോലെ തന്നെ മറ്റു എണ്ണ വിതരണം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം, വളരെ ഓപ്പൺ ആയിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് മദൂരോ പറഞ്ഞ ഒരു ഘട്ടത്തിലാണ് ഇപ്പോ ഈ ആക്രമണങ്ങൾ നടന്നിരിക്കുന്നത്. പക്ഷെ അത് ഒരർത്ഥത്തിൽ ആ സംഭാഷണത്തിന് നിക്കോളാസ് മദൂരോയെ പ്രേരിപ്പിക്കുന്നതിനും ഒരു സമ്മർദ്ദം ചെലുത്തുന്നതിനുമുള്ള ഒരു ഉപാധിയായിട്ടായിരിക്കണം ഇപ്പോഴത്തെ ഈ ആക്രമണം എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഫുൾ സ്കെയിൽ വാറിലേക്ക് എന്തായാലും അമേരിക്ക ഈ സന്ദർഭത്തിൽ പോകാൻ സാധ്യതയില്ല. മറിച്ച് പരമാവധി കൺസെഷൻ എല്ലാ അർത്ഥത്തിലും വെനിസുലൻ പ്രസിഡന്റിൽ നിന്ന് നേടിയെടുക്കുക എന്നതായിരിക്കണം ട്രംപിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇതൊരു നീണ്ട ആക്രമണമോ ഇനി ഇതിനേക്കാൾ കടുത്ത ഒരു ശക്തമായ ഒരു സൈനിക അധിനിവേശമോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. ശരി, വളരെ നന്ദി ശ്രീ ഡോക്ടർ താജ് ആലുവ പ്രതികരിച്ചതിന്.